നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ 2026 മാർച്ച് 6-ാം തീയതി, അതായത് 1201 കുംഭമാസം 22-ാം തീയതി വെള്ളിയാഴ്ച. നാളെ വെള്ളിയാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:40, അസ്തമയം വൈകിട്ട് 6:32. നാളത്തെ രാഹുകാലം വെള്ളിയാഴ്ച നിങ്ങൾക്കറിയാം, 10:30 മുതൽ 12 മണി വരെയുള്ള സമയം. ശുഭകാര്യങ്ങളൊന്നും തന്നെ 1.5 മണിക്കൂർ രാഹുകാലത്ത് നാം അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം അത്തം നക്ഷത്രമാകുന്നു. കാലത്ത് 9:30 വരെ അത്തം നക്ഷത്രം. നാളത്തെ തിഥിയും നല്ല തിഥിയാണ്. കറുത്ത പക്ഷത്തിലെ തൃതീയ തിഥിയാകുന്നു. തൃതീയ തിഥി വലിയ ദോഷമില്ല. നാളെ പക്ഷേ ഒരു ദോഷം എന്താണ്? നാളെ 9:30 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് ചിത്ര നക്ഷത്രം. കൃത്രിക ഭാഗ്യ മൂലാശ്ച മഹാ ചിത്രാച രേവതി ആദാതവ്യം ദാതവ്യന്തം ശേഷന്തി വിനശതി. കൃത്രിക കാർത്തിക, ഭാഗ്യമെന്നാൽ ഉത്രം. പിന്നീടോ മൂലം, മകം, ചിത്ര, പിന്നീട് രേവതി. ഈ നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാക്കി പോലും നശിക്കും. മറ്റൊരു ദോഷമുണ്ട്, നാളെ വിഷ്ടിക്കരണമുണ്ട്. നാളെ ഉദ്ദേശം 4 മണി വരെ വിഷ്ടിക്കരണമാണ്. വിഷ്ടികാലയെ കൃതം കാര്യം വിനാശം ഉപഗച്ഛതി. വിഷ്ടികാലത്ത് നിങ്ങൾ എന്ത് ചെയ്താലും നശിച്ചു പോകും. അതിനാൽ സാമ്പത്തികമായ ഇടപെടലുകൾക്ക് നാളത്തെ ദിനം ഒരു തരത്തിലും ഡോക്ടർ മാരാർജി നിങ്ങളുമായി പങ്കുവെക്കില്ല. മറ്റെന്തെങ്കിലും അർജൻറ്റ് കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലത്ത് 8 മണി മുതൽ 9 മണി വരെയുള്ള സമയം അനുകൂലമായ സമയമാണ്. നാളെ 8:30 കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ചിത്ര നക്ഷത്രമാകയാൽ, വെള്ളിയാഴ്ചയാകയാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ദേവീക്ഷേത്ര വഴിപാടുകളൊക്കെ ചെയ്യും. നാളെ ഭൂമിപരമായ പ്രയാസങ്ങളുണ്ടെങ്കിൽ, ഭൂമിയിൽ മാനസിക പ്രയാസങ്ങളും ക്ലേശങ്ങളും ഭൂമിപരമായ വീട്ടിലുണ്ടെങ്കിൽ നാളെ കുറച്ച് മണ്ണ് കൊണ്ടുപോയി ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചയാണ് പൂജിക്കുക. അവിടെ മുട്ടയിറക്കുക, വിഘ്നങ്ങൾ മാറട്ടെ. അതിനൊക്കെ നാളെ വളരെ നല്ലതാണ്. അതേ രീതിയിൽ നിങ്ങൾ ഭൂമി വിൽക്കണമെങ്കിൽ കുറച്ച് മണ്ണെടുത്ത് ഭദ്രകാളി ക്ഷേത്രത്തിൽ പൂജിച്ച് തിരിച്ച് ആ ഭൂമിയിൽ നിക്ഷേപിക്കുക. ഭൂമി വിഷയത്തിലൊക്കെ തീരുമാനമുണ്ടാകും. ഇവിടെ വരാഹമൂർത്തിയെ നമഃ എന്ന പ്രാർത്ഥന വളരെ ഉപകരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.